जगा लो होगा दूर अंधेरा। शिव का कर लो ध्यान आ रहा पावन पुण्य सवेरा। तुम हो कौन कहाँ से आए अपने आप को जानो। राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। तुम हो आत्मा तन से न्यारे परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो होगा दूर अंधेरा। ओम शांति ओम शांति ओम शांति। ഓം ശാന്തി. ഇന്ന് 9/1/2026 പ്രഭാതമുരളി. बाबा कहते हैं, मीठे बच्चे, ग्रेट ग्रेट ग्रैंडफादर अर्थात सर्व धर्म पिताओं का भी आदि पिता है प्रजापिता ब्रह्मा, जिसके ऑक्यूपेशन को तुम बच्चे ही जानते हो. അപ്പോൾ ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, അതായത് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ മുതുമുത്തച്ഛൻ. അതിൻ്റെ അർത്ഥം എന്താണ് ബാബ പറയുന്നത്? സർവ ധർമ്മ പിതാക്കന്മാരുടെയും ആദി പിതാവ് പ്രജാപിത ബ്രഹ്മ. ആ ബ്രഹ്മാവിൻ്റെ കർത്തവ്യം എന്താണെന്നുള്ളത് നിങ്ങൾ കുട്ടികൾ തന്നെയാണ് അറിയുന്നത് എന്ന് ബാബ പറയാണ്. ഈ ബാബ ചോദ്യം ചോദിക്കുന്നത്, കർമ്മ കോ ശ്രേഷ്ഠ ബനാനേക്ക് യുക്തി ക്യാ ഹേ? അതായത് കർമ്മത്തെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നതിനുള്ള യുക്തി എന്താണ് എന്ന് ബാബ ചോദിക്കുക. അതിൻ്റെ ഉത്തരം ബാബ പറയുന്നത്, ഇസ് ജന്മ കാ കോയി ഭി കർമ്മ ബാപ്പ് സെ छिपावो नहीं, ശ്രീമത് കെ അനുസാർ കർമ്മ കരോ തോ ഹർ കർമ്മ ശ്രേഷ്ഠ ഹോഗ. അതായത് ബാബ പറയാണ്, ഈ ജന്മത്തെ ഏതെങ്കിലും ഒരു കർമ്മം നിങ്ങൾ ബാബയിൽ നിന്നും ഒളിപ്പിക്കരുത്. മോശമായിട്ടുള്ള എന്തെങ്കിലും കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാബയിൽ നിന്നും ഒളിപ്പിക്കരുത്. അതുപോലെ ബാബ പറയാണ്,
ശ്രീമത്ത് അനുസരിച്ച് നിങ്ങൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങളും ശ്രേഷ്ഠമായി തന്നെ മാറുന്നു ബാബ പറയാം. അപ്പോൾ കർമ്മം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ശ്രീമത്ത് അനുസരിച്ചുള്ള കർമ്മമാണോ ഇത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ കർമ്മം എന്തായാലും എന്തായിരിക്കും, ശ്രേഷ്ഠം തന്നെ ആയിരിക്കും. സാരാ മദാർ കർമ്മക്കെ ഊപ്പർ ഹെ. അപ്പോൾ എല്ലാത്തിൻ്റെയും ആധാരം എന്താണ്, കർമ്മം തന്നെയാണ് എന്ന് ബാബ പറയാം. അഗർ കോയി പാപ കർമ്മ കർക്കെ छिपा लेते तो उसका 100 गुना दंड पड़ता. पाप वृद्धि को पाते रहते, बाप से योग टूट जाता. ഇനി ബാബ പറയാണ്, അഥവാ എന്തെങ്കിലും പാപകർമ്മം ചെയ്ത് അത് ഒളിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒളിപ്പിച്ചിട്ട് എന്തെങ്കിലും പാപകർമ്മം ചെയ്യുകയാണെങ്കിൽ ബാബ പറയാണ് അതിൻ്റെ 100 ഇരട്ടി ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുമാത്രമല്ല ആ പാപം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം ഒളിപ്പിച്ചിട്ട് ചെയ്യുന്ന പാപമാണല്ലോ, അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പാപവും വർദ്ധിക്കും, അതുപോലെ ബാബയുമായിട്ടുള്ള യോഗവും മുറിയും. അപ്പോൾ മോശമായ കർമ്മം ചെയ്യുമ്പോൾ, അതും ഒളിപ്പിച്ച് ചെയ്യുമ്പോൾ ബാബ പറയുന്നത് ബാബയുമായിട്ടുള്ള യോഗം പിന്നെ കിട്ടില്ല, ഒരു ബാബയുമായിട്ട് കണക്ഷൻ നമുക്ക് ലഭിക്കില്ല. അതുമാത്രമല്ല ചെയ്യുന്ന പാപകർമ്മത്തിൻ്റെ 100 ഇരട്ടി ശിക്ഷയും അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് ബാബ പറയാം. ഫിർ ऐसे छिपाने वालों की सत्यानाश हो जाती, इसलिए सच्चे बाप के साथ सच्चे रहो. ബാബ പറയാണ്, ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നവരുണ്ടല്ലോ അവരുടെ സത്യനാശം സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ബാബ പറയാണ്, സത്യമായ ബാബയോടൊപ്പം സത്യമായിട്ട് തന്നെ ഇരിക്കൂ. അപ്പോൾ എന്ത് മോശമായ കർമ്മം ഇപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാബയിൽ നിന്ന് മറക്കരുത്, ബാബയോട് പറയുക. അതുപോലെ അങ്ങനെയുള്ള കർമ്മം ചെയ്യാതിരിക്കുക, ഒളിപ്പിച്ച് വെച്ചുകൊണ്ടുള്ള പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. അതാണ് ബാബ പറയുന്നത്. അതുമാത്രമല്ല കർമ്മം ചെയ്യുന്നതിന് മുൻപ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാബ പറയുന്നത്, ശ്രീമതം അനുസരിച്ചിട്ടുള്ള കർമ്മമാണോ ഇത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ആ കർമ്മം ഒരിക്കലും മോശമായി പോവില്ല, പാപകർമ്മമാവില്ല, അതെന്തായാലും ശ്രേഷ്ഠം തന്നെ ആയിരിക്കുമെന്ന് ബാബ പറയാം. ഓം ശാന്തി. മീട്ടെ മീട്ടെ സിക്കിലതെ ബച്ചേ യഹ് തോ സമജ്തേ ഹേ ഇസ് പുരാനി ദുനിയാ മേ അബ് തോടെ ദിൻ കെ ഹം മുസാഫിർ ഹേ. അതായത് മധുരമായ കളഞ്ഞുപോയി തിരികെ കിട്ടിയ കുട്ടികൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്. അതായത് ഈ പഴയ ലോകത്തിൽ നമ്മൾ കുറച്ചു ദിവസത്തേക്ക് മാത്രമുള്ള യാത്രക്കാരാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ദുനിയാക്കെ മനുഷ്യത്വ സമജ്തേ ഹേ 40,000 വർഷ യഹാം ഓർ രഹനെ കാ ഹേ. പക്ഷെ ലോകത്തിലുള്ളവരെന്താ മനസ്സിലാക്കുന്നത്, ഇനിയും ഇവിടെ 40,000 വർഷം ജീവിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് ലോകത്തിലുള്ളവർ മനസ്സിലാക്കുന്നത്. തും ബച്ചോം കോ തോ നിശ്ചയ ഹേന. അപ്പം ബാബ ചോദിക്കുക, നിങ്ങൾ കുട്ടികൾക്ക് നിശ്ചയമില്ലേ? ഇല്ലേ, നമ്മൾ കുട്ടികൾക്കറിയാം 40,000 വർഷമൊന്നുമില്ല, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള നിശ്ചയം നമ്മൾ കുട്ടികൾക്കുണ്ട്. അപ്പം ബാബ ചോദിക്കുകയാണ്, നിങ്ങൾ കുട്ടികൾക്ക് ആ നിശ്ചയമില്ലേ? യഹ് ബാത്തേം ബോലോ നഹി. ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുതെന്ന് ബാബ പറയാം. യഹാം ബൈഠേ ഹോ തോ തും ബച്ചോം കോ അന്തർ മേം ബഹുത്ത് ഗദ്ഗദ് ഹോനാ ചാഹിയെ. ബാബ പറയാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ വളരെയധികം ഗദ്ഗദമുണ്ടായിരിക്കണമെന്ന് ബാബ പറയാ. ഇൻ ആങ്കോം സേ ജോ കുച്ച് ദേഖ്തേ ഹോ യഹ് തോ വിനാശ് ഹോനെ കാ ഹേ. അതായത് നിങ്ങൾ ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാമാണോ കാണുന്നത് അതെല്ലാം വിനാശമാകാനുള്ളതാണ്. ഇത് ബാബ നമുക്ക് മനസ്സിലാക്കി തന്നു അല്ലേ. അപ്പം ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്ക് ഈ ഒരു കാര്യം ഓർമ്മയുണ്ടായിരിക്കണം. ആത്മാത്തോ അവിനാശി ഹേ. പക്ഷെ അവിനാശിയായിട്ടുള്ള ഒന്ന് എന്ത് മാത്രമാണ്? ആത്മാവ്. ബാക്കി നമ്മൾ കണ്ണുകൾ കൊണ്ട് എന്തൊക്കെ കാണുന്നുണ്ടോ അതെല്ലാം നശിക്കുക തന്നെ ചെയ്യും. പക്ഷെ ആത്മാവിനൊരിക്കലും കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. ആത്മാവ് അവിനാശിയാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. യഹ് ബി ബുദ്ധി മേം ഹേ ഹം ആത്മാനെ പൂരെ 84 ജന്മ ലിയേ ഹേ.
അബ് ബാപ്പ് ആയാ ഹേ ലേ ജാനെ കെ ലിയെ. ഇതും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. അതായത് നമ്മൾ ആത്മാക്കൾ പൂർണ്ണമായും 84 ജന്മം എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് നമ്മൾ കുട്ടികളെ തിരികെ കൊണ്ടുപോകാനായിട്ട്. പുരാനി ദുനിയ ജബ് പൂരി ഹോത്തി ഹേ തബ് ബാപ്പ് ആത്തെ ഹേ നയി ദുനിയ ബനാനെ. അതായത് ബാബ പറയാണ്, പഴയ ലോകം എപ്പോഴാണോ പൂർണ്ണമാകുന്നത് അപ്പോഴാണ് ബാബ വരുന്നത്. എന്തിന്? പുതിയ ലോകം സ്ഥാപിക്കാനായിട്ട്. പിന്നെ ബാബ പറയാണ്, നയി ദുനിയ സെ പുരാനി ഫിർ പുരാനി ദുനിയ സെ നയി ദുനിയ ഇസ് ചക്ര കാ തുമാരി ബുദ്ധി മേം ഗ്യാൻ ഹെ. അതായത് പുതിയ ലോകത്തിൽ നിന്നും അത് പഴയതാകുക, പിന്നീട് വീണ്ടും പഴയതിൽ നിന്നും പുതിയതാകുക. ഈ ഒരു ചക്രത്തിൻ്റെ ജ്ഞാനം അല്ലേ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ലോകം വീണ്ടും പഴയതാകും, പഴയത് വീണ്ടും പുതിയതാകും. അങ്ങനെ ഈ ഒരു സൃഷ്ടി ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാബ പറയാണ്, ഈ ചക്രത്തിന്റെ ജ്ഞാനം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലാണ് ഉള്ളതെന്ന് ബാബ പറയാം. അനേക ബാർ ഹംനെ യഹ് ചക്ര ലഗായാ ഹെ. അനേക പ്രാവശ്യം നമ്മൾ ഈ ചക്രം കറങ്ങിയിട്ടുണ്ട്. അബി യഹ് ചക്ര പൂരാ ഹോത്താ ഹെ. ഇപ്പോൾ ഈ ചക്രം പൂർണ്ണമായിട്ടിരിക്കുകയാണ് അല്ലെ, കറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഫിർ നയി ദുനിയാമേം ഹം തോടെ സെ ദേവതായേം ഹി രഹേങ്കെ. ഇനി തിരിഞ്ഞു വരുമ്പോൾ വീണ്ടും പുതിയ ലോകം വരാണ്. ആ പുതിയ ലോകത്തിൽ നമ്മൾ കുറച്ച് ദേവതമാര് മാത്രമേ ഉണ്ടായിരിക്കൂ എന്ന് ബാബ പറയാം. മനുഷ്യനെഹി ഹോങ്കെ. അവിടെ മനുഷ്യരുണ്ടായിരിക്കില്ല. അതായത് മനുഷ്യരുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യർ തന്നെയാണത്, പക്ഷെ അവരെ മനുഷ്യരെന്ന് പറയില്ല, അവര് ദേവത എന്നാ പറയാ. ദൈവിക ഗുണങ്ങൾ നിറഞ്ഞവരാണ് പുതിയ ലോകത്തിൽ, അതായത് സത്യയുഗത്തിൽ സ്വർഗത്തിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് അവരെ മനുഷ്യരെന്നല്ല പറയാ, ദേവതമാരെന്ന പറയാ. അതുകൊണ്ടാണ് ബാബ പറയുന്നത് മനുഷ്യരായിരിക്കില്ല അവിടെന്ന്. അബി ഹം മനുഷ്യസെ ദേവത ബൻ രഹേ ഹേ. ഇപ്പൊ നമ്മൾ കുട്ടികൾ മനുഷ്യനിൽ നിന്നും ദേവതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. യഹുത്തോ പക്ക നിശ്ചയ ഹേന. അപ്പൊ ബാബ ചോദിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് ഉറച്ച നിശ്ചയം തന്നെയല്ലേ? ബാക്കി കർമ്മ പർഹി സാരാ മദാർ ഹെ. ബാക്കി കർമ്മം അനുസരിച്ചാണ് ബാക്കി എല്ലാത്തിൻ്റെയും ആധാരം അല്ലെ. പുതിയ ലോകത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഏതെല്ലാം പദവിയാണ് കിട്ടേണ്ടത്, അതൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, കർമ്മത്തിന്. ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ബാക്കിയെല്ലാം കർമ്മത്തിന് മേലാണ്, അതിന് മേലാണ് ആധാരമെന്ന് ബാബ പറയാം. മനുഷ്യ ഉൾട്ടാ കർമ്മ കർത്തേ ഹേ തോ വഹ് അന്തർ കാതാ സരൂർ ഹേ. ഇസ്ലിയെ ബാപ പൂछते ഹേ ഇസ് ജന്മ മേം ऐसे कोई പാപ തോ നഹി കിയേ ഹേ. അതായത് മനുഷ്യര് തലതിരിഞ്ഞ കർമ്മം ചെയ്യുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ അത് കുത്തിക്കൊണ്ടിരിക്കും. തെറ്റായ കർമ്മം ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ അത് കുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ബാബ കുട്ടികളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ ഒരു ജന്മം നിങ്ങൾ അങ്ങനെയുള്ള പാപകർമ്മം ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ബാബ ചോദിക്കുക. യഹ് ഹേഹി ചീച്ചി രാവൺ രാജ്. അതായത് ഇത് വളരെ മോശമായ രാവണ രാജ്യമാണ്. യഹ് ബി തും സമജ്തേ ഹോ. ഇതും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ദുനിയ നെഹി ജാൻതി കി രാവൺ കിസ് ചീസ് കാ നാം ഹേ. പക്ഷെ ലോകത്തിലുള്ളവർക്ക് അറിയുന്നില്ല ഈ രാവണൻ എന്ന് പറയുന്നത് എന്ത് വസ്തുവാണ്, അത് ലോകത്തിലുള്ളവർക്ക് അറിയുന്നില്ല. ബാപ്പുജി കഹത്തെ ദേ രാമരാജ് ചാഹിയേ പരന്തോ അർത്ഥ നെഹി സമജ്തേ ദേ. അതായത് ഗാന്ധിജിയും പറഞ്ഞിരുന്നു, അതായത് രാമരാജ്യം ഇവിടെ വേണം, രാമരാജ്യം കൊണ്ടുവരണം എന്നൊക്കെ ഗാന്ധിജിയും പറഞ്ഞിരുന്നു. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ്, അതായത് യഥാർത്ഥ രീതിയിലുള്ള രാമരാജ്യം എന്ന് പറയുന്നത് എന്താണെന്ന് ഗാന്ധിജിക്കും അറിഞ്ഞിരുന്നില്ല, മനസ്സിലാക്കിയിരുന്നില്ല എന്ന് ബാബ പറയാ. അബ് ബേഹദ് കാ ബാപ്പ് സമജാത്തെ ഹേ രാമരാജ്യ കിസ് പ്രകാർ കാ ഹോത്താ ഹേ. ഇപ്പൊ പരിധിയില്ലാത്ത അച്ഛൻ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, അതായത് രാമരാജ്യം എപ്രകാരമുള്ളതാണ് എന്നുള്ളത് ബാബ നമുക്ക് മനസ്സിലാക്കി തരാം. യഹുത്തോ ദുന്ദ്കാരി ദുനിയാഹേ. അതായത് ഇത് വളരെ ഇരുട്ട് നിറഞ്ഞ ലോകമാണെന്ന് ബാബ പറയാണ്. അബി ബേഹദ് കാ ബാപ്പ് ബച്ചോം കോ വർഷ ദേ രഹേ ഹേ. ഇപ്പൊ പരിധിയില്ലാത്ത അച്ഛൻ തൻ്റെ കുട്ടികൾക്ക് സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്.
അബി തും ഭക്തി നഹി കർത്തേ ഹോ, ഇപ്പൊ നിങ്ങൾ ഭക്തി ചെയ്യുന്നില്ല. അബി ബാപ്പ് കാ ഹാത്ത് മിലാ ഹെ, ഇപ്പോ ബാബയുടെ കൈ ലഭിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്തി ചെയ്യുന്നില്ല. ബാപ്പ് കെ സഹാരെ ബിഗർ തും വിഷയ് വൈതരണി നദീമേം ഖോത്തെ കാത്തെ രഹത്തെ ദേ, ആദാ കൽപ്പ് ഹേ ഹി ഭക്തി. അതായത് ബാബയുടെ സഹായമില്ലാത്തതുകൊണ്ട് നിങ്ങൾ വിഷയവൈതരണി നദിയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയായിരുന്നു. അരക്കൽപ്പം ഭക്തി തന്നെയായിരുന്നു. അതായത് വിഷയവൈതരണി നദി എന്ന് പറയുന്നത് ആ ഭക്തി മാർഗത്തിലുള്ള കാര്യങ്ങളെയാണ് ബാബ പറയുന്നത്. അരക്കൽപ്പം നമ്മൾ ബാബയുടെ സഹായം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വിഷയവൈതരണി നദിയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയായിരുന്നു. ജ്ഞാൻ മിൽനെ സേ തും നയി ദുനിയ സത്യയുഗമേം ചലേ ജാത്തേ ഹോ, ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം ലഭിച്ചു അല്ലേ? അപ്പോൾ ജ്ഞാനം ലഭിച്ചത് കൊണ്ട് ഇനി നിങ്ങൾ എവിടേക്ക് പോകും? പുതിയ ലോകമായ സത്യയുഗത്തിലേക്ക് പോകുമെന്ന് ബാബ പറയാം. അബി തും ബച്ചോം കോ യഹ് നിശ്ചയ ഹേ ഹം ബാബാ കോ യാദ് കർത്തെ കർത്തെ പവിത്ര ബൻ ജായേങ്കെ ഫിർ പവിത്ര രാജ്യമേ ആയേങ്കെ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ഈ ഒരു നിശ്ചയമുണ്ട്, അതായത് ഞങ്ങൾ ബാബയെ ഓർമ്മിച്ച് പവിത്രമായിട്ട് മാറി പിന്നീട് പവിത്ര രാജ്യത്തിലേക്ക് പോകും. ഈ ഒരു കാര്യത്തിൽ കുട്ടികൾക്ക് നിശ്ചയമുണ്ട്. യഹ് ജ്ഞാൻ ബി അബി പുരുഷോത്തം സംഗം യുഗ് പർ തുംകോ മിൽത്താ ഹെ, ബാബ പറയാണ് ഈ ഒരു അറിവും ഈ പുരുഷോത്തമ സംഗമ യുഗത്തിൽ നിങ്ങൾക്ക് തന്നെയാണ് ലഭിക്കുന്നത്. യഹ് ഹേ പുരുഷോത്തം സംഗം യുഗ്, ഇത് തന്നെയാണ് പുരുഷോത്തമ സംഗമയുഗം. ജബ് ഹി തും ചീച്ചി സേ ഗുൽഗുൽ കാട്ടോ സേ ഫൂൽ ബൻ രഹേ ഹോ, അതായത് എപ്പോഴാണോ നിങ്ങൾ മോശമായതിൽ നിന്ന് സുന്ദരമായിട്ടും മുള്ളിൽ നിന്ന് പുഷ്പമായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു സമയമാണ് ഏത് യുഗം? സംഗമയുഗം. കോൻ ബനാത്തേ ഹേ, നിങ്ങളെ ആരാണ് ഇങ്ങനെയാക്കി മാറ്റുന്നത്? അതായത് മോശമായതിൽ നിന്നും സുന്ദരമാക്കി മാറ്റുന്നതും മുള്ളിൽ നിന്ന് പുഷ്പമാക്കി മാറ്റുന്നതും ആരാണ്? ബാബ അല്ലേ? ബാബയാണ് നമ്മൾ കുട്ടികളെ അങ്ങനെയാക്കി മാറ്റുന്നത്. ബാപ്പു കോ ജാനാ ഹേ, അതുകൊണ്ട് ബാബയെ നമ്മൾ അറിയണം. ഹം ആത്മാവോം കാ വഹ് ബേഹദ് കാ ബാപ്പ് ഹേ, നമ്മൾ ആത്മാക്കളുടെ പരിധിയില്ലാത്ത അച്ഛനാണത്. ലൗകിക് ബാപ്പ് കോ ബേഹദ് കാ ബാപ്പ് നഹി കഹേങ്കെ, അതായത് ലൗകിക അച്ഛനെ ഒരിക്കലും പരിധിയില്ലാത്ത അച്ഛനെന്ന് പറയില്ല എന്ന് ബാബ പറയാം. പാരലൗകിക് ബാപ്പ് ആത്മാവോം കെ ഹിസാബ് സേ സബ്കാ ബാപ്പ് ഹേ, അതായത് പാരലൗകിക അച്ഛൻ ആത്മാക്കളുടെ കണക്കിൽ എല്ലാവരുടെയും അച്ഛനാണ് അല്ലേ? ആത്മസ്വരൂപത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ആത്മാക്കളുടെയും അച്ഛൻ ആരാണ്? പാരലൗകിക അച്ഛൻ ആരാണ്? പരമാത്മാവ് ശിവബാബ അല്ലേ? പിന്നീട് നമ്മൾ സൃഷ്ടിയിലേക്ക് വരുമ്പോഴാണ്, ഓരോരോ ശരീരം എടുക്കുമ്പോഴാണ് ആ ശരീരത്തിൻ്റെ വിവിധ ഓരോ ശരീരത്തിനും അവരവരുടേതായ അച്ഛനെ ലഭിക്കുന്നത്. പക്ഷെ ആത്മാക്കളുടെ കാര്യം നോക്കുമ്പോൾ നമ്മൾ ആത്മസ്വരൂപത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെല്ലാ ആത്മാക്കളുടെയും അച്ഛൻ ആരാണ്? പരമാത്മാവ് ശിവബാബയാണ്. അപ്പൊ ബാബ അത് പറയാണ് ഇവിടെ. ഫിർ ബ്രഹ്മാക്കാബി അക്യുപ്പേഷൻ ചാഹിയാന, അപ്പൊ ബ്രഹ്മാവിനും ബ്രഹ്മാവിൻ്റെതായ കർത്തവ്യമുണ്ട് എന്ന് ബാബ പറയാം. തും ബച്ചേ സബ്കാ അക്യുപ്പേഷൻ ജാൻ ചുക്കേ ഹോ, നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാവരുടെയും കർത്തവ്യം മനസ്സിലായി കഴിഞ്ഞു. വിഷ്ണു കെ ബി അക്യുപ്പേഷൻ കോ ജാൻതേ ഹോ, വിഷ്ണുവിൻ്റെ കർത്തവ്യം എന്താണെന്നും നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. കിത്തന സഹജ് ഹുവാ ഹേ, എത്ര സഹജമായിട്ടുള്ളതാണെന്ന് ബാബ പറയാണ്. കിത്തന സഹജ് ഹുവാ ഹേ സ്വർഗ കാ മാലിക് ഹേന, അപ്പൊ ബാബ പറയാണ് സ്വർഗത്തിന്റെ അധികാരിയല്ലേ ആര്? വിഷ്ണു സ്വർഗത്തിന്റെ അധികാരിയാണ്. അപ്പൊ വിഷ്ണുവിന്റെ കർത്തവ്യം എന്താണ്? ആ സ്വർഗത്തിന്റെ പാലനയാണ് ചെയ്യുന്നത് വിഷ്ണു അല്ലേ? വിഷ്ണു എന്ന് പറയുന്നത് ലക്ഷ്മി നാരായണന്റെ കമ്പൈൻഡ് രൂപമാണ്. അപ്പൊ ആ ലക്ഷ്മി നാരായണനാണ് ആ സ്വർഗത്തിന്റെ പാലന ചെയ്യുന്നത്. യഹുത്തോ സംഗം കാഹി കഹേങ്കെ, അതായത് ഇതിനെ എന്താ പറയാ? ഇപ്പോൾ ഇതിനെ എന്താ പറയാ? സംഗമം എന്നാണ് പറയാന്ന് ബാബ പറയാം. മൂൽവദൻ സൂക്ഷ്മവദൻ സ്ഥൂൽവദൻ വഹ്ബി സംഗമേം ആത്തേഹേന, അതായത് മൂലവദനം സൂക്ഷ്മവദനം സ്ഥൂലവദനം
ഇത് മൂന്നും സംഗമത്തിൽ തന്നെയാണ് വരുന്നതാണല്ലോ എന്ന് ബാബ പറയാ. അപ്പൊ ബാബ പറയാണ്, ബാപ്പ് സമജാത്തെ ഹേ പുരാനി ദുനിയ ഓർ നയി ദുനിയ കാ യഹ് സംഗം ഹേ. അതായത് പഴയ ലോകത്തിൻ്റെയും പുതിയ ലോകത്തിൻ്റെയും സംഗമമാണിത് എന്ന് ബാബ നമുക്ക് മനസ്സിലാക്കി തരാണ്. പുകാർത്തെ ബി ഹേ പതീത് പാവൻ ആവോ, പാവൻ ദുനിയ ഹേ നയി ദുനിയ ഓർ പതീത് ദുനിയ ഹേ പുരാനി ദുനിയ. അപ്പം നമ്മൾ ബാബയെ വിളിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ബാബയെ വിളിച്ചത്? അല്ലയോ പതീത പാവന വരൂ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പം അതുപ്രകാരം ബാബ വന്നിരിക്കുകയാണ്. അപ്പം ബാബ വരുന്നത് ഈ സംഗമയുഗത്തിൽ തന്നെയാണ്. പാവന ലോകത്തിനെ പുതിയ ലോകമെന്നും പതീത ലോകത്തിനെ പഴയ ലോകമെന്നും പറയും. യഹ് ബി ജാൻതേ ഹോ ബേഹദ് കെ ബാപ്പ് കാ ബി പാർട്ട് ഹേ. ഇതും നിങ്ങൾക്കറിയാം, പരിധിയില്ലാത്ത അച്ഛനും ഇവിടെ പാർട്ടുണ്ട് അല്ലെ. ബാബയ്ക്കും ഈ സൃഷ്ടിയിൽ ഒരു പാർട്ടുണ്ട്. അത് നമ്മൾ കുട്ടികൾക്ക് ബാബ തന്നെയാണ് മനസ്സിലാക്കി തന്നത്. ബാബ പറയാണ്, ക്രിയേറ്റർ ഡയറക്ടർ ഹേന. അതായത് ബാബ രചയിതാവുമാണ് സംവിധായകനുമാണ്. അപ്പൊ ബാബയ്ക്ക് തീർച്ചയായിട്ടും ഈ സൃഷ്ടി നാടകത്തിൽ ഒരു പാർട്ടുണ്ടായിരിക്കുമല്ലോ. സബ് മാൻതേ ഹേ तो जरूर उनकी कोई तो ആക്ടിവിറ്റി ഹോഗീന. അതായത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ശിവബാബ വന്ന് ഇവിടെ എന്തോ ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു കർത്തവ്യം ഇവിടെ ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശിവഭഗവാനെ എല്ലാവരും മാനിക്കുന്നുണ്ട് എന്ന് ബാബ പറയാം. ഉൻകോ ആദ്മി നെഹി കഹാ ജാത്താ ഹേ, ഉൻകോ തോ ശരീർ നെഹി ഹേ. അപ്പം ബാബ പറയാണ്, ബാബയെ ഒരിക്കലും മനുഷ്യൻ എന്ന് പറയില്ല. കാരണം എന്തുകൊണ്ടാണ്? ബാബയ്ക്ക് ശരീരമില്ല. ബാക്കി സബ്കോ യാ തോ മനുഷ്യ യാ ദേവത കഹേങ്കെ. ബാക്കിയുള്ളവരെ മനുഷ്യരെന്ന് പറയാം, അല്ലെങ്കിൽ ദേവത എന്ന് പറയാം. കാരണം അവർക്കൊക്കെ ശരീരമുണ്ട്. ശിവബാബാക്കോ നാ ദേവത നാ മനുഷ്യ കഹ് സക്തേ ക്യോംകി ഉൻകോ ശരീർ ഹി നഹി ഹേ. ബാബ പറയാണ്, ശിവബാബയെ എന്താണ് ദേവതയെന്നും പറയാൻ സാധിക്കില്ല, മനുഷ്യനെന്നും പറയാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ്? ഉൻകോ ശരീർ ഹി നഹി ഹേ. ശിവബാബയ്ക്ക് ശരീരം തന്നെയില്ല. അതുകൊണ്ട് മനുഷ്യനെന്നോ ദേവതയെന്നോ ഒരിക്കലും ശിവബാബയെ പറയില്ല എന്ന് ബാബ പറയാ. യഹ്തോ ടെമ്പററി ലിയാഹെ. അതായത് ശിവബാബ താൽക്കാലികമായിട്ട് എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇരിക്കുന്ന ശരീരം. ഖുദ് കഹത്തെ ഹേ മീഠേ മീഠേ ബച്ചോം കോ മേ ശരീർ ബിഗർ രാജയോഗ കൈസേ സിക്കലാവും. അപ്പം ബാബ സ്വയം പറയുകയാണ്, അതായത് മധുരമധുരമായ എൻ്റെ കുട്ടികൾക്ക് ഈ ശരീരമില്ലാതെ ഞാൻ എങ്ങനെ രാജയോഗം പഠിപ്പിക്കും? അപ്പോൾ ഭഗവാന്റെ പാർട്ട് എന്താണ് സൃഷ്ടി നാടകത്തിൽ? നമ്മൾ കുട്ടികളെ രാജയോഗം പഠിപ്പിക്കുക എന്നുള്ള പാർട്ടാണ്. അപ്പോൾ ബാബയ്ക്ക് നമ്മൾ കുട്ടികളെ രാജയോഗം പഠിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശരീരത്തിലേക്ക് വരേണ്ടതുണ്ട്. അതനുസരിച്ചിട്ടാണ് ബാബ ബ്രഹ്മബാബയുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് ജ്ഞാനം നൽകുന്നത്. അപ്പം അതാ ബാബ പറയുന്നത്, ഒരു ശരീരമില്ലാതെ ഞാൻ എങ്ങനെ രാജയോഗം പഠിപ്പിക്കും? മുझे मनुष्यों ने टिक्कर बितर में कह दिया है, परंतु अभी तो तुम बच्चे समझते हो मैं कैसे आता हूँ. അപ്പോൾ എന്നെയാണെങ്കിലോ മനുഷ്യര് കല്ലിലും മുള്ളിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായി ഞാൻ എങ്ങനെയാണ് ഇവിടെ വരുന്നതെന്ന്. അത് നമുക്ക് ബാബ തന്നെയാണ് മനസ്സിലാക്കി തന്നത്. അബി തും രാജയോഗ് സീക്ക് രഹേ ഹോ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോയി മനുഷ്യത്തോ സിക്കല നാ സകെ. ഇത് രാജയോഗം ഒരു മനുഷ്യനും നമ്മളെ പഠിപ്പിക്കാൻ സാധിക്കില്ല അല്ലെ. സാധാരണ ഒരു മനുഷ്യന് പഠിപ്പിക്കാൻ സാധിക്കുന്നതല്ല രാജയോഗം. അത് സ്വയം ഭഗവാന് മാത്രമേ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. ദേവതാവോം നെ സത്യയുഗി രാജായി കൈസേലി. ദേവതമാര് ഈ സത്യയുഗ രാജധാനി എങ്ങനെയാണ് നേടിയത്? സരൂർ പുരുഷോത്തം സംഗം യുഗ് പർ രാജയോഗ് സീക്കെ ഹോങ്കെ. തീർച്ചയായിട്ടും അവര് പുരുഷോത്തമ സംഗമയുഗത്തിൽ രാജയോഗം പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിലൂടെ തന്നെയാണ് സത്യയുഗത്തിലെ ദേവീ ദേവതമാര് ആ രാജ്യം പ്രാപ്തമാക്കിയത്.
तो यह सिमरन कर अभी तुम बच्चों को अതാഹ ഖുഷി ഹോനി ചാഹിയെ. അപ്പൊ ബാബ പറയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഓർമ്മയിലിരിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷമാണ് ഉണ്ടാകേണ്ടതെന്ന് ബാബ പറയാണ്. ഹംനെ അബ് 84 കാ ചക്ര പൂരാ കിയാ ഹെ. അതായത് നമ്മളിപ്പോൾ 84ന്റെ ചക്രം പൂർത്തിയാക്കി കഴിഞ്ഞു. ബാപ്പ് കൽപ്പ് കൽപ്പ് ആത്തേ ഹെ. ബാബയാണെങ്കിലോ കൽപ്പം വരുന്നുണ്ട്. ബാപ്പ് ഖുദ് കഹത്തെ ഹെ യഹ് ബഹുത്ത് ജന്മോം കെ അന്ത് കാ ജന്മ ഹെ. അതായത് ബാബ സ്വയം പറയുകയാണ്, ഇവരുടേത്, അതായത് ബ്രഹ്മ ബാബയുടേത് അനേക ജന്മങ്ങൾക്ക് ശേഷമുള്ള അന്തിമ ജന്മമാണ്. ശ്രീകൃഷ്ണ ജോ പ്രിൻസ് ദാ സത്യുഗ കാ വഹി ഫിർ 84 കാ ചക്ര ലഗാത്തെ ഹെ. അതായത് ശ്രീകൃഷ്ണൻ രാജകുമാരനായിരുന്നു, സത്യയുഗത്തിന്റെ രാജകുമാരനായിരുന്നു ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണൻ തന്നെയാണ് പിന്നീട് 84 ജന്മത്തിന്റെ ചക്രം കറങ്ങുന്നത്. തും ശിവകേ തോ 84 ജന്മ ബത്തായേങ്കെ നഹി. നിങ്ങൾ ഒരിക്കലും, അതായത് ശിവബാബ ഒരിക്കലും 84 ജന്മങ്ങൾ എടുക്കുന്നു എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. തുമാരേ മേം ബി നമ്പർവാർ പുരുഷാർത്ഥനുസാർ ജാൻതേ ഹോ. അപ്പൊ ബാബ പറയുന്നത് നിങ്ങളിലും നമ്പർവാർ പുരുഷാർത്ഥം അനുസരിച്ചിട്ടാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നതെന്ന് ബാബ പറയാം. മായ ബഹുത്ത് കടി ഹെ കിസ്കോ ബി ചോട്ടി നഹി. ബാബ പറയാണ്, മായയാണെങ്കിലോ വളരെ കടുത്തതാണ്, ആരെയും വെറുതെ വിടില്ല എന്ന് പറയാ. യഹ് ബാപ്പ് അച്ചി രീതി ജാൻതേ ഹെ. ഇത് ബാബയ്ക്കും നല്ല രീതിയിൽ അറിയാം അല്ലെ, മായ ശക്തിവാനാണെന്നുള്ളത് ബാബയ്ക്കും നന്നായിട്ട് അറിയാം. എസേ മത്ത് സമജോ ബാപ്പ് കോയി അന്തർയാമി ഹേ. അപ്പൊ ബാബ പറയണം, നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കരുത്, അതായത് ബാബ അന്തർയാമിയാന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുതെന്ന് ബാബ പറയാം. സബ്കി ആക്ടിവിറ്റീസെ ജാൻതേ ഹെ. അതായത് ബാബയ്ക്ക് എങ്ങനെയാണ് ഓരോരുത്തരെയും അറിയുന്നത്? അവരവരുടെ പെരുമാറ്റത്തിലൂടെ അല്ലേ, അതിലൂടെയാണ് ബാബ മനസ്സിലാക്കുന്നത്. അല്ലാതെ ബാബ ഓരോരുത്തരുടെയും മനസ്സറിയാം അങ്ങനെയില്ല എന്ന് പറയാം. ഓരോ കുട്ടികളുടെയും പെരുമാറ്റത്തിലൂടെ ബാബയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് ബാബ പറയാം. സമാചാർ ആത്തേ ഹേ മായ എക്ദം കച്ചാ പേട്ട് മേം ഡാൽ ദേത്തി ഹേ. അതായത് വാർത്തയും വരുന്നുണ്ട്, മായ ഒറ്റയടിക്ക് കുട്ടികളെ ഇല്ലാതാക്കി എന്നുള്ള രീതിയിലുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. ऐसी बहुत बातें तुम बच्चों को मालूम नहीं पड़ती, बाप को तो सब मालूम पड़ता है. ബാബ പറയാണ്, ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് അറിയുന്നില്ല, പക്ഷേ ബാബയ്ക്ക് ഇതെല്ലാം അറിയാൻ കഴിയുന്നുണ്ട് എന്ന് ബാബ പറയാം. മനുഷ്യ ഫിർ സമജ്തേ ഹേ ബാബ അന്തർയാമി ഹേ. പിന്നെയും മനുഷ്യർ എന്താ മനസ്സിലാക്കുന്നത്? ബാബ അന്തർയാമിയാന്ന് മനസ്സിലാക്കും. ബാപ്പ് कहते हैं मैं अंतर्यामी नहीं हो, हर एक की चलन से सब मालूम पड़ता है. അപ്പൊ ബാബ പറയാണ്, ഞാൻ അന്തർയാമിയൊന്നുമല്ല, ഓരോരുത്തരുടെയും പെരുമാറ്റത്തിലൂടെയാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതെന്ന് ബാബ പറയാം. ബഹുത്ത് ചീച്ചി ചലൻ ചൽത്തേ ഹേ. ബാബ പറയാ, വളരെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ടെന്ന് ബാബ പറയാ. ബാപ്പ് ബച്ചോം കോ ഖബർദാർ കർത്തേ ഹെ. ബാബ കുട്ടികൾക്ക് ജാഗ്രതപ്പെടുത്താണ്, അതായത് അവരോട് ഓർമ്മപ്പെടുത്താണ് ബാബ ശ്രദ്ധയോടെ ഇരിക്കാനൊക്കെ. മായാസെ സംഭാൽന ഹേ. നിങ്ങൾ മായയിൽ നിന്നും സ്വയത്തെ സംരക്ഷിക്കണമെന്ന് ബാബ പറയാണ്. മായ ഏസി ഹേ കിസി ന കിസി രൂപമേം എക്ദം ഹബ് കർ ദേത്തി ഹേ. അതായത് മായ ഇങ്ങനെയുള്ളതാണ്, ഏതെങ്കിലുമൊക്കെ രൂപത്തില് ഒറ്റയടിക്ക് വിഴുങ്ങിക്കളയും. പല രൂപത്തിലാണ് മായ വരിക അല്ലേ. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, സ്വയത്തെ സംരക്ഷിക്കണമെന്ന് ബാബ പറയാ. ഫിർ ബൽ ബാപ്പ് സമജാത്തെ ഹേ തോ ബി ബുദ്ധി മേ നഹി ബൈഠ്താ, ഇസ്ലിയെ ബച്ചോം കോ ബഹുത്ത് ഖബർദാർ രഹനാ ഹേ. അപ്പൊ ബാബ പറയാണ്, ഈ മായ വന്ന് അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാബ എത്രമാത്രം മനസ്സിലാക്കി കൊടുത്താലും അത് ബുദ്ധിയിലിരിക്കില്ല. അതുകൊണ്ടാണ് ബാബ കുട്ടികളോട് പറയുന്നത്, വളരെയധികം ജാഗ്രതയുള്ളവരായിരിക്കൂ, ശ്രദ്ധിക്കൂ, സ്വയത്തെ സംരക്ഷിക്കൂ. ഇതെല്ലാം ബാബ എന്തുകൊണ്ടാണ് മനസ്സിലാക്കി തരുന്നത്? ബാബയ്ക്കറിയാം മായ ശക്തിശാലിയാണ്, അതുകൊണ്ടാണ് ബാബ കുട്ടികളെ ഓരോ കാര്യവും ഓർമ്മപ്പെടുത്തുന്നത്. കാം മഹാശത്രു ഹേ മാലൂം ബി നാ പടേ കി ഹം വികാർ മേ ഗയേ ഹേ.
ऐसे भी होता है इसलिए बाप कहते हैं कुछ भी भूल आदि होती है तो साफ बतावो ചിപ്പാവോ മത്ത്. അതായത് ബാബ പറയാണ് കാമം മഹാശത്രുവാണ്. അറിയാനേ കഴിയില്ല, നമ്മൾ വികാരത്തിലേക്ക് പോയി എന്നുള്ളതേ അറിയാൻ കഴിയില്ല. അത്രയ്ക്കും വലിയ ശത്രുവാണ് കാമം. അതുകൊണ്ട് ബാബ പറയാണ് എന്താണ്, എന്തെങ്കിലും തെറ്റ് നിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തുറന്നു പറയൂ, സത്യമായിട്ട് തുറന്നു പറയൂ, അല്ലാതെ ഒളിപ്പിക്കരുത്. നഹി തോ സോ ഗുൺ പാപ് ഹോ ജായേഗ ജോ അന്തർമേ കാത്താ രഹേഗ. അഥവാ നിങ്ങളത് ഒളിപ്പിക്കുകയാണെങ്കിൽ 100 ഇരട്ടി അത് പാപമായിട്ട് മാറും, നിങ്ങളെ അത് ഉള്ളിൽ കുത്തിക്കൊണ്ടേയിരിക്കുന്നു ബാബ പറയാം. എക്ദം ഗിർ പടേങ്കെ, അതായത് ഒറ്റയടിക്ക് താഴേക്ക് വീണു പോകും. അത്രയ്ക്കും എന്താണ്, നമ്മളെ താഴേക്ക് അധപതിച്ച നിലയിലാകും. അപ്പം അതുകൊണ്ടാണ് ബാബ പറയുന്നത്, എന്ത് പാപകർമ്മം നിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒളിപ്പിക്കരുത്, ബാബയോട് പറയൂ. സച്ചേ ബാപ്പ് കെ സാത്ത് ബിൽക്കുൽ സച്ചാ ഹോനാ ചാഹിയേ നഹി തോ ബഹുത്ത് ബഹുത്ത് കാട്ടാ ഹെ. അതായത് ബാബ പറയാണ്, സത്യമായ ബാബയ്ക്കൊപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സത്യമായിട്ട് തന്നെ ആയിരിക്കണം. അതല്ല എങ്കിൽ ബാബ പറയുന്നത് വളരെയധികം നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും. മായ ഇസ് സമയത്തോ ബഹുത്ത് കടീഹെ, ഈ സമയത്ത് മായ വളരെ കടുത്തതാണെന്ന് ബാബ പറയാ. യഹ് രാവൺ കി ദുനിയാഹേ, ഇത് രാവണന്റെ ലോകമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത്രയ്ക്കും ലോകം മോശമായിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ അത്രയും തമോ പ്രധാന അവസ്ഥയിലേക്ക് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മായ പല രീതിയിലും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും. അപ്പം അതുകൊണ്ടാണ് ബാബ വളരെയധികം ശ്രദ്ധയോടെ ഇരിക്കാൻ പറയുന്നത്. ഹം ഇസ് പുരാനി ദുനിയാക്കോ യാദ് ഹി ക്യോം കരേ, ഹം തോ നയി ദുനിയാക്കോ യാദ് കരേ ജഹാം അബ് ജാ രഹേ ഹെ. അപ്പം ബാബ ചോദിക്കുകയാണ്, നമ്മൾ എന്തിനാണ് ഈ പഴയ ലോകത്തെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പോകേണ്ടത് എവിടേക്കാണ്? പുതിയ ലോകത്തിലേക്കാണ്, അല്ലേ? സത്യയുഗത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. അപ്പം ബാബ പറയുന്നത്, നിങ്ങൾ അതിനെ ഓർക്കൂ, പുതിയ ലോകത്തെ ഓർക്കൂ, അല്ലാതെ ഈ പഴയ രാവണ രാജ്യത്തെ, തമോ പ്രധാനമായ ഈ രാജ്യത്തെ അല്ല ഓർക്കേണ്ടതെന്ന് ബാബ പറയാ. ബാപ്പ് നയാ മക്കാൻ ബനാത്തേ ഹേ തോ ബച്ചെ സമജ്തേ ഹേ നാ ഹമാരേ ലിയേ മക്കാൻ ബൻ രഹാ ഹേ. ഇപ്പൊ അച്ഛൻ ഒരു പുതിയ വീട് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾ മനസ്സിലാക്കുമല്ലോ, ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് പോകുകയാണ്, അല്ലേ? കുട്ടികൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കും. അപ്പൊ ബാബ പറയാണ്, അതാണ് പറയുന്നത്, കുട്ടികൾക്ക് വേണ്ടി അച്ഛൻ പുതിയ വീടുണ്ടാക്കുമ്പോൾ എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെയും നമ്മുടെ അച്ഛൻ നമുക്ക് വേണ്ടിയിട്ട് പുതിയ രാജ്യം സ്ഥാപിക്കുകയാണ്, അല്ലേ? അപ്പൊ നമുക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കണം. യഹ് ബേഹദ് കി ബാത്ത്. പക്ഷെ ഇത് പരിധിയില്ലാത്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. ഹമാരേ ലിയേ ഹമാരേ ലിയേ മക്കാൻ ബൻ രഹാ ഹെ. അപ്പം ബാബ പറയാണ്, നമുക്ക് വേണ്ടിയിട്ട് ബാബ എന്താണ്, വീടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഖുശി രഹത്തി ഹേ. അപ്പം നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കണം. ഹമാരേ ലിയേ നൈ ദുനിയ സ്വർഗ് ബൻ രഹി ഹേ. അതായത് നമുക്ക് വേണ്ടിയിട്ട് പുതിയ ലോകം, അതായത് സ്വർഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗ് മേം സരൂർ മക്കാൻ ബി ഹോങ്കെ രഹനെ കെ ലിയേ. സ്വർഗത്തിൽ തീർച്ചയായിട്ടും നമുക്ക് വസിക്കാൻ വേണ്ടി കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് ബാബ പറയാണ്. അബ് ഹം നൈ ദുനിയാമേം ജാനേ വാലേ ഹേ. ഇപ്പം നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോകാനിരിക്കുകയാണ്. ജിത്തന ബാപ്പ് കോ യാദ് കരേങ്കെ ഉത്തന ഗുൽ ഗുൽ ഫൂൽ ബനേങ്കെ. അപ്പം ബാബ പറയുന്നത്, നിങ്ങൾ എത്രമാത്രം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും നിങ്ങൾ മനോഹരമായ പുഷ്പങ്ങളായിട്ട് മാറുമെന്ന് ബാബ പറയാം. ഹം വികാരോം കെ വശ് കാണ്ടെ ബൻ ഗയേദേ. നമ്മൾ വികാരത്തിന് വശപ്പെട്ട് മുള്ളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ബാപ്പ് ജാൻതേ ഹേ മായ ആദാക്കോ തോ എക്ദം ഖാ ജാതി ഹേ. അതായത് ബാബയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, മായ പകുതിയോളം പേരെ ഒറ്റയടിക്ക് വിഴുങ്ങിക്കളഞ്ഞിട്ടുണ്ടെന്നുള്ളത്. തുമ്പി സമജ്തേ ഹോ ജോ നഹി ആത്തേ ഹേ വഹ് തോ മായാക്കെ വശ് ഹോ ഗയേന. അതായത് നിങ്ങൾക്കും അറിയാൻ കഴിയുന്നുണ്ട്,
ആരൊക്കെയാണോ ഇവിടെ വരാത്തത്, അതായത് ആദ്യം വന്നിട്ട് പിന്നെ വരാതിരിക്കുന്നവര്, അവര് മായയ്ക്ക് വശപ്പെട്ട് തന്നെ ഇരിക്കുകയാണെന്നുള്ളത് നിങ്ങൾക്കും അറിയാൻ കഴിയുന്നുണ്ടെന്ന് ബാബ പറയാം. ബാപ്പ് കെ പാസത്തോ ആത്തേ നഹി, അതായത് ബാബയുടെ അടുത്തേക്ക് വരുന്നതേ ഇല്ല. ऐसे മായ ബഹുത്തോം കോ ഹപ്പ് കർ ലേത്തി ഹെ, ഇങ്ങനെ മായ ഒരുപാട് പേരെ വിഴുങ്ങിക്കളയുന്നുണ്ട് അല്ലെ. ബാബയുടെ അടുത്ത് വന്ന് ബാബയുടെ ജ്ഞാനമൊക്കെ കേട്ട് നല്ല രീതിയിൽ പോകുന്നവരായിരിക്കും. പിന്നീടാണ് പെട്ടെന്ന് മായ പിടിച്ച് ബാബയുടെ അടുത്ത് വരികയില്ല, മുരളി കേൾക്കുകയില്ല. അപ്പൊ ബാബ പറയാണ്, ഒറ്റയടിക്ക് അവരെ മായ വിഴുങ്ങിക്കളയാണ്. ബഹുത്ത് അച്ഛേ അച്ഛേ കർ ജാത്തേ ഹേ, ഹം ഏസേ കരേംഗെ യഹ് കരേംഗെ, ഹം തോ യജ്ഞ കെ ലിയേ പ്രാൺ ദേനെ തയ്യാർ ഹേ. അതായത് ബാബ പറയാണ്, ഒരുപാട് പേരിങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പറയും. അതായത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, അതുമാത്രമല്ല യജ്ഞത്തിന് വേണ്ടി ഞങ്ങൾ പ്രാണൻ തന്നെ ദാനം ചെയ്യാൻ റെഡിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ആജ് വഹ് ഹേ നഹി, അങ്ങനെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ ബാബ പറയുന്നത് അവരാരും ഇന്നില്ല എന്ന് പറയാം. തുമാരി ലഡായി ഹേ ഹി മായാ കെ സാത്ത്, നിങ്ങൾ കുട്ടികളുടെ യുദ്ധം ആരുമായിട്ടാണ്? മായയുമായിട്ടാണെന്ന് ബാബ പറയാം. दुनिया में यह कोई नहीं जानते माया के साथ लड़ाई कैसे होती है. ബാബ പറയാണ്, ലോകത്തില് ഇതാർക്കും അറിയില്ല, അതായത് ഈ മായയോടൊപ്പം എങ്ങനെയാണ് യുദ്ധം ചെയ്യുക, അത് ആർക്കും അറിയില്ല എന്ന് ബാബ പറയാ. അബി തും ബച്ചോം കോ ബാപ്പിനെ ജ്ഞാൻ കാ തീസരാ നേത്ര ദിയാ ഹെ. അപ്പൊ ബാബ പറയാണ്, ഇപ്പോ ബാബ കുട്ടികൾക്ക് ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം നൽകിയിരിക്കുകയാണ്. ജിസ്സേ തും അന്തിയാരേ സേ സോജരേ മേം ആ ഗയേ ഹോ. ആ ജ്ഞാനത്തിലൂടെയാണ് നിങ്ങൾ കുട്ടികൾ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് വന്നിട്ടുള്ളത്. ആത്മാ കോ ഹി യഹ് ജ്ഞാൻ നേത്ര ദേത്തെ ഹേ തബ് ബാപ്പ് കഹത്തെ ഹേ അപ്പനെ കോ തും ആത്മാ സമझോ. അതായത് ബാബ ഈ ജ്ഞാനം ആർക്കാണ് നൽകിയത്? ആത്മാവിന് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതായത് ആത്മാവിന് തന്നെയാണ് ഈ ജ്ഞാനത്തിന്റെ നേത്രം നൽകിയിട്ടുള്ളത്. നൽകിയിട്ട് ബാബ എന്താ പറഞ്ഞത്? സ്വയത്തെ നിങ്ങൾ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ബേഹദ് കെ ബാപ്പുക്കോ യാദ് കരോ, എന്നിട്ട് പരിധിയില്ലാത്ത അച്ഛനെ ഓർമ്മിക്കൂ. സ്വയം നമ്മൾ എന്താണ്, വിനാശമാകുന്ന ഈ ശരീരമല്ല, അവിനാശിയായ ആത്മാവാണ് താനെന്ന് മനസ്സിലാക്കി നമ്മൾ പരിധിയില്ലാത്ത അച്ഛനെ ഓർമ്മിക്കണം. അതാണ് ബാബ കുട്ടികളോട് പറയുന്നത്. ഭക്തി മേം തും യാദ് കർത്തേ ദേന. അപ്പൊ ബാബ പറയാണ്, ഭക്തിയിൽ നിങ്ങൾ എന്നെ ഒരുപാട് ഓർമ്മിച്ചിരുന്നില്ലേ? കഹത്തെ ബീദേ ആപ്പ് ആയേങ്കെ തോ ബലിഹാർ ജായേങ്കെ. അതായത് ബാബ പറയാണ്, നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു, അതായത് അങ്ങ് വരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങിൽ ബലിയർപ്പണമാകും. അങ്ങനെയും നമ്മൾ ഭക്തി മാർഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൈസേ ബലിഹാർ ജായേങ്കെ യഹ് തോടെ ഹി ജാൻതേതെ. എങ്ങനെയാണ് ബലിയർപ്പണമായിട്ട് മാറുക അത് അറിയുന്നില്ല എന്ന് പറയാം. അതറിയില്ല, പക്ഷെ ഭക്തി മാർഗത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങ് വരികയാണെങ്കിൽ അങ്ങിൽ ഞങ്ങൾ സമർപ്പണമാകും, ബലിയർപ്പണമാകും എന്നൊക്കെ ഭക്തി മാർഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അബി തും സമജ്തേ ഹോ ഹം ജൈസേ ആത്മാ ഹേ വൈസേ ബാപ്പ് ബി ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി, അതായത് നമ്മൾ എങ്ങനെയാണോ ആത്മാക്കള് അങ്ങനെ തന്നെയാണ് ബാബയും അല്ലെ. നമ്മൾ ആത്മാവ് എങ്ങനെയാണ്? ഒരു പോയിന്റ് ഓഫ് ലൈറ്റ് ആണ്. ബാബയും അതുപോലെ തന്നെ ഒരു പോയിന്റ് ഓഫ് ലൈറ്റ് ആണ്. അത് നമുക്ക് ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞു. ബാപ്പ് കാഹേ അലൗകിക് ജന്മം. പക്ഷെ വ്യത്യാസം എവിടെയാണ്? ബാബയുടെ ജന്മം അലൗകിക ജന്മമാണ്. അതായത് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലൂടെയല്ല ബാബ ജനിക്കുന്നത്, ഓൾറെഡി ഇവിടെ സൃഷ്ടിയിലുള്ള ഒരു ശരീരത്തിലേക്ക് നേരിട്ട് അവതരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബാബയുടെ ജന്മം അലൗകിക ജന്മമാണ്. തും ബച്ചോം കോ കൈസേ അച്ചി രീതി പഠാത്തേ ഹേ. ബാബ നമ്മൾ കുട്ടികളെ എത്ര മനോഹരമായിട്ടാണ്, എത്ര നല്ല രീതിയിലാണ് ബാബ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. खुद कहते हैं खुद कहते हो यह तो वही बाप है जो कल्प कल्प हमारा बाप बनते हैं. അതായത് സ്വയം ബാബ പറയുകയാണ്, ഞാൻ അതേ അച്ഛൻ തന്നെയാണ്. അതായത് കൽപ്പകൽപ്പം ഇവിടെ വരുന്ന അച്ഛൻ, അതേ അച്ഛൻ തന്നെയാണ് ഞാനെന്ന് ബാബ കുട്ടികളോട് പറയാണ്.
ഹം ബി ബാബ ബാബ കഹത്തെ ഹേ ബാപ്പ് ബി ബച്ചേ ബച്ചേ കഹത്തെ ഹേ. അതായത് നമ്മൾ എന്ത് പറയും ബാബേനെ? ബാബ ബാബ എന്ന് പറഞ്ഞ് വിളിക്കും. ബാബ നമ്മൾ കുട്ടികളെ 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 എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അപ്പോൾ കൽപ്പം വരുന്ന അതേ അച്ഛൻ തന്നെയാണ് ഇതെന്ന് ബാബ കുട്ടികളോട് പറയാണ്. വഹി ടീച്ചർ കെ രൂപമേ രാജയോഗ സിക്കലാത്തെ ഹേ. ആ അച്ഛൻ തന്നെയാണ് ടീച്ചറുടെ രൂപത്തില് രാജയോഗം പഠിപ്പിക്കുന്നത്. അല്ലെ, ബാബയ്ക്ക് 3 പാർട്ടുണ്ട്. അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. അല്ലെ, അപ്പൊ ബാബ രാജയോഗം പഠിപ്പിക്കുന്ന സമയത്ത് ബാബ ആരാണ്? നമ്മുടെ ടീച്ചറാണ്. അപ്പൊ അതാ ബാബ പറയുന്നത്, ടീച്ചറായിട്ട് ആ അച്ഛൻ തന്നെയാണ് നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നത്. ഓർത്തോ കോയി രാജയോഗ സിക്കലാനാ സകേ. വേറെ ആർക്കും നമ്മളെ രാജയോഗം പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് ബാബ പറയാം. विश्व का तुमको मालिक बनाते हैं तो ऐसे बाप का बनकर फिर उसी टीचर की शिक्षा भी लेनी चाहिए ना. ബാബ പറയുന്നത്, വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ബാബ നിങ്ങൾ കുട്ടികളെ. അപ്പൊ അങ്ങനെയുള്ള അച്ഛന്റെ കുട്ടികളായിട്ട് മാറി ബാബ പറയുന്നത് ആ ടീച്ചറുടെ, അപ്പൊ ആ അച്ഛൻ തന്നെയാണ് ടീച്ചറായിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെയുള്ള അച്ഛന്റെ കുട്ടികളായിട്ട് മാറി പിന്നീട് ആ ടീച്ചറിൽ നിന്നും നിങ്ങൾ പാഠങ്ങൾ എടുക്കണം. അല്ലേ, അതായത് ആരാക്കിയിട്ടാണ് നമ്മളെ മാറ്റുന്നത്? വിശ്വത്തിന്റെ അധികാരികളാക്കി മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അച്ഛൻ്റെ കുട്ടിയായിട്ട് മാറണം. പിന്നീട് ആ അച്ഛൻ തന്നെ ടീച്ചറായിട്ടാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പിന്നീട് ആ ടീച്ചറിൽ നിന്നും ടീച്ചർ തരുന്ന പാഠങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കണമെന്ന് ബാബ പറയാം. ഖുശീമേം ഗദ്ഗദ് ഹോന ചാഹിയെ. നിങ്ങൾക്ക് സന്തോഷത്തിൽ ഗദ്ഗദമുണ്ടായിരിക്കണമെന്ന് ബാബ പറയാം. അഗർ ചീച്ചി ബനാത്തോ ഫിർ വഹ് ഖുഷി ആയേഗി നഹി. ഇനി അഥവാ നിങ്ങൾ മോശമായിട്ട് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവുകയില്ല എന്ന് ബാബ പറയാ. ബൽ കിത്തനാബി മാതാമാരെ ഫിർ ജൈസെ വഹ് ഹമാരാ ജാതി ബായി നഹി. അതായത് നിങ്ങൾ എത്ര തന്നെ തലയിട്ടുടച്ചാലും നമ്മുടെ കുലത്തിലേതല്ലാത്തവരാണെങ്കിൽ അതൊരിക്കലും മനസ്സിലാക്കുകയില്ല. അതാണ് ബാബ പറയുന്നത്. യഹാം മനുഷ്യക്ക് കിത്തനെ സർനെയും ഹോത്തേ ഹേ. ഇവിടെ നോക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് ഈ കുലത്തിന്റെ നാമങ്ങളൊക്കെ എത്രയാണ് ഉള്ളതെന്ന് ബാബ പറയാ. തുമാരാ സർനെയും ദേക്കോ കിത്തനാ ബഡാ ഹേ. നിങ്ങൾ നിങ്ങളുടെ കുലത്തിന്റെ പേര് നോക്കൂ, എത്ര വലുതാണെന്ന് ബാബ പറയാ. യഹ് ഹേ ബഡേത്തെ ബഡ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ബ്രഹ്മ. അതായത് ഇതുതന്നെയാണ് വലുതിലും വലുതായ മുതുമുത്തച്ഛൻ, അതായത് ബ്രഹ്മ. ഉൻകോ കോയി ജാൻതേ ഹി നഹി. ആ ബ്രഹ്മാവിനെ ആർക്കും അറിയുകയേ ഇല്ല എന്ന് പറയാ. ശിവബാബാക്കോത്തോ സർവവ്യാപി കഹദിയാഹേ. ശിവബാബയെയാണെങ്കിലോ സർവവ്യാപി എന്നും പറഞ്ഞു. ബ്രഹ്മാക്കാബി കിസ്കോ പത്താ നഹി പെട്ട. ബ്രഹ്മാവിനെ ആണെങ്കിലോ ആർക്കും അറിയുക തന്നെയില്ല. ചിത്രബീഹേ ബ്രഹ്മ വിഷ്ണു ശങ്കർക്ക്. ചിത്രവുമുണ്ട്, ബ്രഹ്മാവ് വിഷ്ണു ശങ്കരൻ ഇവരുടെയൊക്കെ ചിത്രങ്ങളൊക്കെയുണ്ട്. ബ്രഹ്മാക്കോ സൂക്ഷ്മവദന്മേ ലേഖയേഹേ. ബ്രഹ്മാവിനെ സൂക്ഷ്മവദനത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറയാം. ബയോഗ്രഫി കുച്ച് നഹി ജാൻതെ. ജീവചരിത്രം ഒന്നും അറിയില്ല, ബ്രഹ്മാവിന്റെ ജീവചരിത്രം ഒന്നും അറിയില്ല. സൂക്ഷ്മവദനത്തിലേക്ക് കൊണ്ടുപോയി ബ്രഹ്മാവിനെ. സൂക്ഷ്മവദന്മേ ബ്രഹ്മാക്കോ ദിക്കാത്തേ ഹേ ഫിർ പ്രജാപിത ബ്രഹ്മ കഹാം സേ ആയേഗ. അപ്പൊ നിങ്ങൾ സൂക്ഷ്മവദനത്തിൽ അങ്ങനെ ബ്രഹ്മാവിനെ കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പ്രജാപിത ബ്രഹ്മാവ് എവിടെ നിന്ന് വന്നു? വഹാം ബച്ചെ അഡോപ്റ്റ് കരേങ്കേക്ക. സൂക്ഷ്മവദനത്തിൽ ഇരുന്നു കൊണ്ട് പ്രജാപിത ബ്രഹ്മാവ് കുട്ടികളെ ദത്തെടുത്തുവോ എന്ന് ബാബ ചോദിക്കാം. കിസ്കോബി പത്താനഹി. ഇതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല എന്ന് പറയാം. പ്രജാപിത ബ്രഹ്മ കഹത്തെ ഹേ പരന്തു ബയോഗ്രഫി നഹി ജാൻതെ. പ്രജാപിത ബ്രഹ്മാവ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ ജീവചരിത്രം ഒന്നും അറിയുന്നില്ല. ബാബാനെ സമജായ ഹേ യഹ് ഹമാരാ രഥ ഹേ. ശിവബാബ മനസ്സിലാക്കി തരാണ്, ഇത് എൻ്റെ രഥമാണ്. അതായത് ബ്രഹ്മബാബയുടെ ശരീരമാണ് ശിവബാബയുടെ രഥം. അത് ബാബ മനസ്സിലാക്കി തരാണ്. ബഹുത്ത് ജന്മോം കെ അന്തമേം ഹംനെ യഹ് ആധാർ ലിയാ ഹേ. അപ്പൊ ബാബ പറയാണ്, ഒരുപാട് ജന്മത്തിന്റെ അവസാനം ഈ ശരീരത്തിനെ ഞാൻ ആധാരമാക്കി എടുത്തിട്ടുള്ളതാണ്. അതായത് ബ്രഹ്മബാബയുടെ ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമുള്ള അവസാന ജന്മമാണ്.
അതിനാണ് ശിവബാബ ആ ശരീരത്തെയാണ് ആധാരമാക്കി എടുത്തിട്ടുള്ളത്. യഹ് പുരുഷോത്തം സംഗം യുഗ് ഗീത ക എപ്പിസോഡ് ഹെ. ഈ പുരുഷോത്തമ സംഗമയുഗം എന്ന് പറയുന്നത് ഗീതയുടെ അധ്യായമാണ് എന്ന് ബാബ പറയാ. പവിത്രതാബി മുഖ്യ ഹെ. ഇവിടെ പവിത്രതയും വളരെ മുഖ്യമാണ്. പതിത് സെ പാവൻ ബന്ന കൈസേ ഹെ. യഹ് ദുനിയാമേ കിസ്കോ ബി പത്താ നഹി ഹെ. അതായത് പതീതത്തിൽ നിന്നും പാവനമായിട്ട് എങ്ങനെ മാറും, അത് ഈ ലോകത്തിൽ ആർക്കും അറിയുകയില്ല എന്ന് ബാബ പറയാ. സാധു സന്ത് ആദി കബി ऐसे नहीं कहेंगे कि ദേഹ് സഹിത് സബ്കോ ഭൂലോ. അതായത് സാധു സന്യാസിമാര് ഒരിക്കലും ഇങ്ങനെ പറയില്ല, അതായത് ദേഹസഹിതം നിങ്ങളെല്ലാം മറക്കൂ എന്നൊരിക്കലും സാധു സന്യാസിമാര് പറയില്ല. ഏക് ബാപ്പ് കോ യാദ് കരോ തോ മായാ കെ പാപ് കർമ്മ സബ് ഭസ്മ ഹോ ജായേങ്കെ. അതായത് ഒരു ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ മായയുടെ എല്ലാ പാപകർമ്മങ്ങളും ഭസ്മമായിട്ട് പോകും. കോയി ഗുരു ഏസേ കബി നെഹി കഹേങ്കെ. ഒരു ഗുരുവും ഒരിക്കലും ഇങ്ങനെ പറയില്ല, അല്ലെ, ഒരു ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മായയുടെ പാപകർമ്മങ്ങളെല്ലാം ഭസ്മമായി പോകുമെന്ന് ഒരു ഗുരുവിനും ഇങ്ങനെ പറയാൻ കഴിയില്ല. അത് ഒരേ ഒരു ബാബയ്ക്ക് മാത്രമേ പറയാൻ സാധിക്കൂ എന്ന് ബാബ പറയാം. ബാപ്പ് സമജാത്തെ ഹേ യഹ് ബ്രഹ്മ കൈസെ ബൻത്തെ ഹേ ചോട്ടെ പന്മേ ഗാവ്ഡേ ക ചോരാത. അതായത് ബാബ പറയാണ്, ബാബ മനസ്സിലാക്കി തരാണ് ഇദ്ദേഹം എങ്ങനെയാണ് ബ്രഹ്മാവായിട്ട് മാറിയത്. ചെറുപ്പത്തില് ഗ്രാമത്തിലെ ഒരു ബാലകനായിരുന്നു. 84 ജന്മലിയേ ഹേ ഫസ്റ്റ് സെ ലേക്കർ ലാസ്റ്റ് തക്ക്. അതായത് 84 ജന്മങ്ങൾ എടുത്തു, തുടക്കം മുതൽ ഒടുക്കം വരെ. അല്ല, ഇത് ഈ സൃഷ്ടിയുടെ ചക്രം എന്ന് തുടങ്ങുന്നുവോ അന്ന് മുതൽ ഈ ഒടുക്കം വരെ പൂർണ്ണമായിട്ടും 84 ജന്മം എടുത്തിട്ടുള്ള ആളാണ് ബ്രഹ്മാവ്, ബ്രഹ്മാ ബാബ. അത് ബാബ മനസ്സിലാക്കി തരാണ്. തോ നയി ദുനിയാസോ ഫിർ പുരാനി ഹോ ജാതി ഹേ. അതായത് പുതിയ ലോകം പിന്നീട് പഴയതായിട്ട് മാറും. അബി തും ബച്ചോം കി ബുദ്ധി കാ താല കുലാഹെ. ഇപ്പൊ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയുടെ പൂട്ട് തുറന്നിരിക്കുകയാണ് എന്ന് ബാബ പറയാണ്. തും സമജ് സക്തേ ഹോ ധാരണ കർ സക്തേ ഹോ. അതായത് നിങ്ങൾക്കിത് മനസ്സിലാക്കാനും സാധിക്കും, ധാരണ ചെയ്യാനും സാധിക്കുമെന്ന് ബാബ പറയാം. അബി തും ബുദ്ധിമാൻ ബനേ ഹോ. ഇപ്പൊ നിങ്ങൾ ബുദ്ധിമാന്മാരായിട്ട് മാറിയിരിക്കുന്നു. ആകെ ബുദ്ധിഹീൻദേ. മുന്നാണെങ്കിലോ നിങ്ങൾ വളരെ ബുദ്ധിഹീനരായിരുന്നു എന്ന് ബാബ പറയാ. യഹ് ലക്ഷ്മി നാരായൺ ബുദ്ധിവാൻ ഹേ ഓർ യഹാം ബുദ്ധിഹീൻ ഹേ. ഈ ലക്ഷ്മി നാരായണാണെങ്കിലോ ബുദ്ധിവാനായിരുന്നു, അല്ലെ, ഇപ്പൊ അവർ തന്നെയാണ് ബുദ്ധിഹീനരുമായിട്ട് മാറിയത്. സാമ്നെ ദേക്കോ യഹ് പാരഡൈസ് കെ മാലിക് ഹേന. അതായത് ബാബ പറയാണ്, ആദ്യം നോക്കുകയാണെങ്കിൽ ഇവര് സ്വർഗത്തിന്റെ അധികാരികളായിരുന്നു, വളരെ ബുദ്ധിവാന്മാരായിരുന്നു. ശ്രീകൃഷ്ണ സ്വർഗ കാ മാലിക് ദാ ഫിർ ഗാവഡേ കാ ചോരാ ബനാ ഹെ. ശ്രീകൃഷ്ണൻ സ്വർഗത്തിന്റെ അധികാരിയായിരുന്നു, പിന്നീട് ജന്മങ്ങൾ എടുത്തെടുത്ത് അവസാനം ബാബ പറയുന്നത് ഒരു ഗ്രാമത്തിലെ സാധാരണ ബാലനായി മാറി. തും ബച്ചോം കോ യഹ് ധാരണ കർ ഫിർ പവിത്ര ബി സരൂർ ബന്നാ ഹെ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്ക് ഇതെല്ലാം ധാരണ ചെയ്ത് പിന്നീട് പവിത്രമായിട്ട് മാറേണ്ടതുണ്ട്. തും ബച്ചോം കോ യഹ് ധാരൺ കർ ഫിർ പവിത്ര ബി സരൂർ ബന്നാ ഹെ. മുഖ്യ ഹേ ഹി ഹേ പവിത്രത കി ബാത്ത്. അപ്പൊ മുഖ്യമായത് പവിത്രതയുടെ കാര്യമാണ്. ലിഖ്തേ ബി ഹേ ബാബ മായാനെ ഹംകോ ഗിരാ ദിയ. ഇത് ബാബ, കുട്ടികൾ ബാബയ്ക്ക് എഴുതും, ബാബ മായ ഞങ്ങളെ വീഴ്ത്തിക്കളഞ്ഞു. ആങ്കേം ക്രിമിനൽ ബൻ ഗയി. അതായത് കണ്ണുകൾ ക്രിമിനലായിട്ട് മാറി. ബാപ്പ് കഹത്തെ ഹേ അപ്പനെ കോ ആത്മാ സമജോ. അപ്പൊ ബാബ അതിനുള്ള യുക്തി എന്താണെന്ന് പറയുന്നത്, ശരീരത്തിലേക്ക് നോക്കുമ്പോഴാണ് ക്രിമിനലായിട്ട് മാറുന്നത്. അപ്പൊ ബാബ പറയുന്നത് എന്താണ്, സ്വയത്തെ നിങ്ങൾ ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബസ് അബുത്തോ ഗർ ജാനാ ഹെ. ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ബാപ്പ് കോ യാദ് കർണാ ഹെ. ഇപ്പൊ ബാബയെ ഓർമ്മിക്കേണ്ടതുമാണ്. തോടെ ടൈം കെ ലിയെ ശരീർ നിർവാഹ് കെ ലിയെ കർമ്മ കർ ഫിർ ഹം ചലേ ജാത്തെ ഹെ.
അതായത് ബാബ പറയുന്നത് കുറച്ച് സമയത്തേക്ക് വേണ്ടി അല്ലെ, ഇനി കുറച്ചും കൂടി സമയമുള്ളൂ. അപ്പം അതുവരെ ഈ ശരീര നിർവഹണാർത്ഥം നമുക്ക് ജോലി ചെയ്യണം. അപ്പം ബാബ പറയാണ് അത് കഴിഞ്ഞാൽ അതിനായിട്ടുള്ള ജോലി ചെയ്യണം, പിന്നീട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇസ് പുരാനി ദുനിയാക്കെ വിനാശ് കെ ലിയെ ലഡായി ബി ലഗ്തി ഹെ. ഈ പഴയ ലോകത്തിൻ്റെ വിനാശത്തിനു വേണ്ടി യുദ്ധമെല്ലാം ഉണ്ടാകുമെന്ന് പറയാ ബാബ. യഹ് ബി തും ദേഖന കൈസേ ലഗ്തി ഹെ. എങ്ങനെയാണ് യുദ്ധം ഉണ്ടാവുക എന്നുള്ളതും നിങ്ങൾക്ക് കാണണം. ബുദ്ധി സെ സമജ്തേ ഹെ ഹം ദേവത ബൻതേ ഹെ तो हमको नई दुनिया भी चाहिए इसलिए വിനാശ് സരൂർ ഹോഗ. അതായത് ബുദ്ധി കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ദേവതയായിട്ട് മാറുകയാണ്, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോകം തന്നെ വേണം. അതിനായിട്ട് ഇവിടെ തീർച്ചയായിട്ടും വിനാശമുണ്ടാകുമെന്ന് ബാബ പറയാം. തും അപ്നി നൈ ദുനിയ സ്ഥാപൻ കർ രഹേ ഹെ ശ്രീമത് പർ. അപ്പം ബാബ പറയാണ് നിങ്ങൾ പുതിയ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീമതമനുസരിച്ച്. ബാപ്പ് കഹത്തെ ഹെ മേ തുമാരി സേവാമേം ഉപസ്ഥിത് ഹോത്താഹും. ബാബ പറയുകയാണ് ഞാൻ നിങ്ങൾ കുട്ടികളുടെ സേവനത്തിനായി ഉപസ്ഥിതനായിരിക്കുകയാണ്. തുമ്നെ ഡിമാൻഡ് കീ ഹേ कि हम पदीदों को आकर पावन बनावो तो तुम्हारे कहने से मैं आया हूँ, तुमको രാസ്ത ബതാതാ ഹും ബഹുത് സഹജ്. അപ്പം ബാബ പറയാണ് നിങ്ങൾ ഡിമാൻഡ് ചെയ്തിരുന്നു എന്നോട്, അതായത് പതീത പാവന വരൂ, വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണോ പറഞ്ഞു തന്നെ വിളിച്ചത് അതനുസരിച്ച് ഞാൻ വന്നിരിക്കുകയാണെന്ന് ബാബ പറയാ. നിങ്ങൾക്ക് വഴി പറഞ്ഞു തരാൻ അല്ലെ, എങ്ങനെ പതീതത്തിൽ നിന്നും പാവനമായിട്ട് മാറുമെന്നുള്ള വഴി പറഞ്ഞു തരാൻ ബാബ വന്നിരിക്കുകയാണ്. അതും വളരെ സഹജമായിട്ട് അല്ലെ. ബാബ പറഞ്ഞു തരുന്ന വഴി വളരെ സഹജമാണ്. മൻ മനാഭവ, അതാണ് ബാബ നമുക്ക് തരുന്ന വഴി. മൻ മനാഭവ, അതായത് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കാം, പരമാത്മാവായ ഭഗവാനെ ഓർമ്മിക്കാം. ഭഗവാൻ ഉവാച്ച് ഹേ നാ സിർഫ് ശ്രീകൃഷ്ണ കാ നാം ദേ ദിയാ ഹേ. അതായത് ബാബ പറയാണ് ശ്രീകൃഷ്ണന്റെ പേര് കൊടുത്തു. എവിടെ? ഗീതയിൽ അല്ലെ, മന്മനാഭവ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഉവാച്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ ശ്രീകൃഷ്ണന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ബാപ്പ് കെ നെക്സ്റ്റ് ഹേ ശ്രീകൃഷ്ണ. ബാബ കഴിഞ്ഞിട്ടാണ് ശ്രീകൃഷ്ണൻ. യഹ് പരംധാം കാ മാലിക് വഹ് വിശ്വ കാ മാലിക്. അതായത് ബാബ പരംധാമത്തിന്റെ അധികാരിയാണ്, ശ്രീകൃഷ്ണനാണെങ്കിലോ വിശ്വത്തിന്റെ അധികാരിയാണ്. സൂക്ഷ്മവദൻ മേം തോ കുച്ച് ഹോത്താ ഹി നഹി ഹെ. സൂക്ഷ്മവദനത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാകുകയില്ല എന്ന് ബാബ പറയാം. സബീസെ നമ്പർ 1 ഹേ ശ്രീകൃഷ്ണ ജിസ്കോ ബഹുത് പ്യാർ കർത്തേ ഹെ. അതായത് എല്ലാവരിലും വെച്ച് നമ്പർ 1 ആണ് ശ്രീകൃഷ്ണൻ അല്ലെ. എല്ലാ ആത്മാക്കളിലും വെച്ച് നമ്പർ 1 ആത്മാവാണ് ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണനെ എല്ലാവരും സ്നേഹിക്കുന്നതെന്ന് ബാബ പറയാം. ബാക്കി തോ പീച്ചെ പീച്ചെ ആയേ ഹേ. ബാക്കി എല്ലാവരും പിന്നെ പിന്നെ വരുന്നവരാണ്. സ്വർഗമേ തോ സബി ജാ നാ സകെ. സ്വർഗത്തിൽ അങ്ങനെ എല്ലാവർക്കൊന്നും പോകാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. തോ മീട്ടെ മീട്ടെ ബച്ചോം കോ ഹടി ഖുഷി രഹനി ചാഹിയെ. അതായത് ബാബ പറയാണ് അതുകൊണ്ട് തന്നെ ബാബ പറയാണ് മധുരമധുരമായ നിങ്ങൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കണം. ആർട്ടിഫിഷ്യൽ ഖുഷി നഹി ചൽ സക്തി. കൃത്രിമമായിട്ടുള്ള സന്തോഷം ഒന്നും ഒരിക്കലും അത് അധിക കാലം ഉണ്ടാകില്ലല്ലോ, അങ്ങനെ സാധിക്കില്ല എന്ന് ബാബ പറയാം. ബാഹർ സെ കിസം കിസം കെ ബച്ചെ ബാബാ കെ പാസ് ആത്തേ ദേ കബ് പവിത്ര നഹി രഹത്തെ. അതായത് പുറത്തുനിന്നും പല പല രീതിയിലുള്ള കുട്ടികളൊക്കെ ബാബയുടെ അടുത്തേക്ക് വന്നിരുന്നു. അവരൊരിക്കലും പവിത്രമായിട്ടൊന്നും ജീവിച്ചിരുന്നില്ല എന്ന് പറയാം. ബാബ സമജാത്തേ ദേ വികാർമേ ജാത്തേ ഹോ തോ ഫിർ ആത്തേ ഹി ക്യൂം ഹോ. അതായത് ബാബ അപ്പം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു, നിങ്ങൾ വികാരത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പിന്നീട് ഇവിടെ എന്തിനാണ് വരുന്നത് എന്ന് ബാബ ചോദിക്കും. കഹത്തേ ദേ, അപ്പം അവർ പറയുമായിരുന്നു ക്യാ കരേ രഹ് നഹി സക്തേ. അതായത് ബാബ അവർ പറയപ്പം എന്ത് ചെയ്യാനാണ്, ഞങ്ങൾക്ക് വരാതിരിക്കാൻ കഴിയുന്നില്ല. रोज आता होम ना जाने कब कोई ऐसा तीर लग जाए. അതായത് ദിവസവും വരും,
അപ്പൊ ബാബ പറയണ അറിയുന്നില്ല എന്നാണ് ഇവർക്ക് അമ്പേൽക്കുക, ഈ ജ്ഞാനത്തിന്റെ അമ്പേൽക്കുക എന്നുള്ളത് അറിയില്ല. ആപ്പ് ബിഗർ സദ്ഗതി കോൻ കരേങ്കെ. അപ്പൊ അവർക്കറിയാം, അവര് പറയും ബാബ അങ്ങല്ലാതെ വേറെ ആരാണ് ഞങ്ങളുടെ സദ്ഗതി ചെയ്യുക. ആക്കർ ബൈറ്റ് ജാത്തേത്. അപ്പൊ അവര് ദിവസവും വന്നിട്ട് ഇരിക്കുമായിരുന്നു. മായ ബഡി പ്രബൽ ഹേ. മായയാണെങ്കിലോ വളരെ ശക്തിശാലിയാണ്. നിശ്ചയ ഭി ഹോത്താ ഹേ ബാബ ഹംകോ പതീത് സെ പാവൻ ഗുൽഗുൽ ബനാത്തെ ഹേ. അപ്പൊ കുട്ടികൾക്ക് പൂർണ്ണമായി നിശ്ചയമുണ്ട്, ബാബ തന്നെയാണ് ഞങ്ങളെ പതീതത്തിൽ നിന്നും വളരെ മനോഹരമായിട്ട് മാറ്റുന്നത്, ബാബ തന്നെയാണ് സദ്ഗതി തരുന്നത്, ബാബ തന്നെയാണെന്ന് നിശ്ചയമുണ്ടെന്ന് ബാബ പറയാം. പരന്തോ ക്യാ കരേ ഫിർ ബി സച്ച് തോ ബോൽത്താത. അതായത് പക്ഷെ അവർക്ക് എന്ത് ചെയ്യാനാണ്, അവര് പാവനമായിട്ടിരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണ്, അവര് സത്യം പറയുമായിരുന്നു അല്ലേ. അബ് സരൂർ വഹ് സുധർ ഗയാ ഹോഗ. ഇപ്പോ അവര് തീർച്ചയായിട്ടും നല്ലതായിട്ട് തന്നെ മാറിയിട്ടുണ്ടായിരിക്കും എന്ന് ബാബ പറയാ. ഉൻകോ യഹ് നിശ്ചയിത ഇൻ ദ്വാരാ ഹി ഹം സുധരേങ്കെ. അവർക്ക് ഈ ഒരു നിശ്ചയമുണ്ടായിരുന്നു. അവര് പാവനമായിട്ടിരിക്കുന്നുണ്ടായിരുന്നില്ല എങ്കിലും അവർക്ക് ഈ ഒരു നിശ്ചയമുണ്ടായിരുന്നു. അതായത് ബാബയിലൂടെ മാത്രമേ ഞങ്ങൾക്ക് നല്ലതാകാൻ സാധിക്കൂ, പാവനമായിട്ട് മാറാൻ സാധിക്കൂ. ആ ഒരു നിശ്ചയം അവർക്കുണ്ടായിരുന്നു. ഈ സമയ കിത്തനെ ആക്ടേഴ്സ് ഹേ ഏക് കെ ഫീച്ചേഴ്സ് നാമിലെ ദൂസരേ സെ. ബാബ പറയണ ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ എത്ര അഭിനേതാക്കളാണ്. ഒരാളുടെ ഫീച്ചേഴ്സ് പോലെ ആയിരിക്കില്ല മറ്റുള്ളവരുടേത്. ഫിർ കൽപ്പ് ബാദ് ഉസ് ഹി ഫീച്ചേഴ്സ് സെ പാർട്ട് റിപ്പീറ്റ് കരേഗെ. അപ്പൊ ബാബ പറയണ പക്ഷേ കൽപ്പത്തിന് ശേഷം ഇനി അടുത്ത കൽപ്പത്തിൽ ഇതേ സമയത്ത് ഇതേ ഫീച്ചേഴ്സിൽ തന്നെ വന്ന് അവര് പാർട്ട് അഭിനയിക്കും. ആത്മായേന്തോ സബ് ഫിക്സ് ഹേന. അതായത് ആത്മാക്കൾ ഫിക്സഡ് ആണല്ലോ, പുതിയൊരു ആത്മാവ് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഉള്ളതിനെ നശിപ്പിക്കുന്നുമില്ല. എല്ലാ ആത്മാക്കളും ഫിക്സഡ് ആണ്, അവരുടെ പാർട്ടെല്ലാം ഫിക്സഡ് ആണ്. അപ്പോൾ അതേ ആത്മാക്കൾ തന്നെയാണ് കൽപ്പകൽപ്പം അവരവരുടേതായ പാർട്ട് അഭിനയിക്കുന്നത്. അതാ ബാബ പറയുന്നത്, സബി ആക്ടേഴ്സ് ബിൽക്കുൽ എക്യുറേറ്റ് പാർട്ട് ബജാത്തെ രഹത്തെ ഹെ. എല്ലാ അഭിനേതാക്കളും എന്താണ്, എക്യുറേറ്റ് ആയിട്ടുള്ള പാർട്ട് തന്നെയാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. കുച്ച് ബി ഫർക്ക് ഹോ നഹി സക്ത. ബാബ പറയുന്നത് അതില് ഒരു വ്യത്യാസവും ഉണ്ടാവുക സാധ്യമല്ല. സബി ആത്മായേം അവിനാശി ഹേ. എല്ലാ ആത്മാക്കളും അവിനാശിയാണ്, അതായത് ഒരിക്കലും നാശമുണ്ടാകുന്നില്ല എന്ന് ബാബ പറയാം. ഉന്മേം പാർട്ട് ബി അവിനാശി നൂന്താ ഹുവാ ഹെ. അവരില് പാർട്ടും, അതായത് ഒരാത്മാവ് ഏതൊക്കെ പാർട്ടാണോ അഭിനയിക്കേണ്ടതെന്നുള്ള കാര്യവും അവരിൽ അടങ്ങിയിട്ടുണ്ട്. അതും അവിനാശിയായിട്ടുള്ള പാർട്ടാണ്, ഒരിക്കലും നശിക്കാത്ത പാർട്ട് തന്നെയാണ് ഉള്ളത്, അതും അവരിൽ അടങ്ങിയിട്ടുണ്ട്. കിത്നി സമജാനേക്ക് ബാത്തേഹേ. ഇതൊക്കെ എത്രയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണെന്ന് ബാബ പറയാം. കിത്തന സമജാത്തേഹേ ഫിർ ബി ഭൂൽ ജാത്തേഹേ. എത്രമാത്രം മനസ്സിലാക്കി കൊടുത്താലും പിന്നെയും മറന്നു പോകുന്നുണ്ട്. സമജാ നെഹി സക്തേഹേ. ചിലർക്ക് മനസ്സിലാക്കാനും കഴിയുന്നില്ല. യഹ് ബി ഡ്രാമേ ഹോനാഹേ. ബാബ പറയണ ഇതും ഡ്രാമയിലുള്ളതാണ്. ഹർ കൽപ്പ് രാജായി തോ സ്ഥാപൻ ഹോത്തി ഹി ഹേ. എല്ലാ കൽപ്പത്തിലും ഈ രാജ്യസ്ഥാപന നടക്കുന്നുണ്ട്. സത്യയുഗമേം ആത്തേഹി തോടേഹേ സോബി നമ്പർ വാർ. സത്യയുഗത്തിൽ നോക്കുകയാണെങ്കിലോ വളരെ കുറച്ച് പേരെ വരുള്ളൂ, അതും നമ്പർ വൈസ് അനുസരിച്ചിട്ടാണ് വരിക. യഹാംബി നമ്പർ വാർ ഹേന. ഇവിടെയും നമ്പർ വാർ അല്ലേ എന്ന് ബാബ പറയാം. ഏക് കാ പാർട്ട് ഏക് ഹി ജാനെ ദൂസരാ കോയി ജാൻ നെഹി സക്ത. ഒരാളുടെ പാർട്ട് അയാൾക്ക് തന്നെയാണ് അറിയുക, മറ്റൊരാൾക്ക് ഇത് അറിയുക സാധ്യമല്ല എന്ന് ബാബ പറയാം. അച്ഛാ, मीठे मीठे सिक्किलदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी मात पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. धारणा के लिए मुख्य सार. फर्स्ट पॉइंट, सच्चे बाप के साथ सदा सच्चा रहना है. बाप पर
പൂരാ പൂരാ ബലിഹാർ ജാനാ ഹേ. സത്യമായ ബാബയുടെ കൂടെ സദാ സത്യമായിട്ട് തന്നെ ഇരിക്കണം. ബാബയുടെ മേൽ പൂർണ്ണമായിട്ടും ബലിയർപ്പണമാകണം. സെക്കൻഡ് പോയിന്റ്, ജ്ഞാൻ കോ ധാരൺ കർ ബുദ്ധിവാൻ ബന്നാ ഹേ. അതായത് ജ്ഞാനത്തെ, ബാബ തരുന്ന ജ്ഞാനത്തെ ധാരണ ചെയ്ത് ബുദ്ധിവാനായിട്ട് മാറണം. അന്തർ സേ ഹടി ഖുഷീമേ രഹനാ ഹേ. അതായത് ഉള്ളിൽ അത്രയ്ക്കും സന്തോഷത്തോടെ ഇരിക്കണം എന്ന് പറയാം. കോയി ബി ശ്രീമത് കെ വിരുദ്ധ കാം കർക്കെ ഖുഷി ഗും നഹി കർണി ഹേ. അതായത് ശ്രീമതത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തിട്ട് സന്തോഷം നഷ്ടപ്പെടുത്തരുത്. ബാബ പ്രത്യേകിച്ച് പറയാണ്. ഇനി ബാബ വരദാനം തരാണ്. ഡ്രാമ കി പോയിന്റ് കെ അനുഭവ് ദ്വാര സദാ സാക്ഷിപൻ की स्टेज पर रहने वाले അജൽ അഡോൾ ഭവ. അതായത് ഡ്രാമയുടെ പോയിന്റിന്റെ അനുഭവത്തിലൂടെ സദാ സാക്ഷി സ്ഥിതിയുടെ സ്റ്റേജിൽ സ്ഥിതി ചെയ്യുന്നവരായ അജഞ്ചലരും ദൃഢതയുള്ളവരുമായിട്ട് ഭവിക്കട്ടെ. അതായത് ബാബ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നത്, ഡ്രാമ കി പോയിന്റ് കെ ജോ അനുഭവി ഹേ വേ സദാ സാക്ഷിപൻ की स्टेज पर स्थित रह एक रस അജൽ അഡോൾ സ്ഥിതി കാ അനുഭവ് കർത്തേ ഹേ. അതായത് ഡ്രാമയുടെ പോയിന്റിന്റെ അനുഭവിയായിട്ടുള്ളത് ആരാണോ അവരെങ്ങനെയിരിക്കുക, സദാ അവര് സാക്ഷി സ്ഥിതിയുടെ സ്റ്റേജിൽ അവര് സ്ഥിതി ചെയ്യും, സാക്ഷിയായിട്ട് കാണും. കാരണം ഡ്രാമ എങ്ങനെയാണോ കൽപ്പം മുമ്പ് നടന്നത് അതേപോലെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. നത്തിങ് ന്യൂ എന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവിയായിട്ടുള്ള കുട്ടിക്ക് അവരെങ്ങനെയാണ് ഇരിക്കുക, ഡ്രാമയെ എങ്ങനെ നോക്കിക്കാണും, സാക്ഷി സ്ഥിതിയിലിരുന്നിട്ടാണ് അവർ നോക്കിക്കാണുക ഡ്രാമേനെ. അങ്ങനെ ഒരു സ്ഥിതിയിലിരുന്നിട്ട് അവരെങ്ങനെയിരിക്കും, ഏകരസം അജഞ്ചലം ദൃഢത, ആ ഒരു സ്ഥിതിയിലുള്ള അനുഭവം അവർ ചെയ്യും. കാരണം അവർക്കറിയാം ഇത് കൽപ്പം മുമ്പും സംഭവിച്ചതാണ്. അപ്പോൾ ഒരു സംഭവം വരുമ്പോൾ ഒരു പുതുമയില്ല, പിന്നെ അപ്പം അവരുടെ സ്ഥിതി മാറുന്നില്ല, ഏകരസമായിരിക്കും. സ്ഥിതി മുകളിലേക്ക് പോകുന്നില്ല, താഴേക്കും. ഇത് ഓവറായിട്ട് സന്തോഷിക്കുക, വളരെയധികം ദുഃഖത്തിലേക്ക് പോവുക, അങ്ങനെയൊന്നുമില്ല. കാരണം ഇത് കൽപ്പകൽപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഡ്രാമയാണ്. എന്തൊക്കെ സംഭവിക്കുന്നുവോ അതിലെല്ലാം മംഗളമുണ്ട്. ഇങ്ങനെയുള്ള ഡ്രാമയുടെ പോയിന്റ് അറിയുന്ന അനുഭവിയായിട്ടുള്ള കുട്ടികൾ എന്ത് സ്റ്റേജിലും അവരെങ്ങനെയിരിക്കും, സാക്ഷി സ്ഥിതിയുടെ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് ഏകരസമായിരിക്കും, അജഞ്ചലമായിരിക്കും, ദൃഢതയുള്ളവരുമായിരിക്കുമെന്ന് ബാബ പറയാം. ഡ്രാമ കെ പോയിന്റ് की അനുഭവി ആത്മാ കബി ഭി ബുരേ മേ ബുരായി കോ നാ ദേഖ് അച്ചായി ഹി ദേഖേഗി അർത്ഥാത് സോ കല്യാൺ കാ രാസ്ത ദിക്കായി ദേഗ. അതായത് ബാബ പറയാണ്, ഡ്രാമയുടെ പോയിന്റിന്റെ അനുഭവിയായിട്ടുള്ള ആത്മാവ് ഒരിക്കലും മോശമായതിൽ അവര് മോശത്തെ കാണുകയില്ല. അതിലവർ എന്ത് മാത്രം കാണും, നല്ലതിനെ മാത്രം കാണും. അതിൻ്റെ അർത്ഥം എന്താണ്, സ്വയത്തിൻ്റെ മംഗളത്തിനുള്ള വഴി അവരതിൽ കാണും. എന്ത് തന്നെ ഉണ്ടായാലും അതിൽ സ്വയത്തിൻ്റെ മംഗളത്തിനുള്ള വഴിയേ അവർ കാണുള്ളൂ, ഒരിക്കലും അതിനെ മോശമായിട്ട് കാണില്ല എന്ന് ബാബ പറയാം. ആ കല്യാൺ കാ കാത്ത ഖതം ഹുവ, ആ മംഗളത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവസാനിച്ചു. കല്യാൺകാരി ബാപ്പ് കെ ബച്ചേ ഹേ, മംഗളകാരിയായ ബാബയുടെ കുട്ടികളാണ്. കല്യാൺകാരി യുഗ് ഹേ, മംഗളകാരി യുഗവുമാണ്. ഇസ് നോളേജ് ഓർ അനുഭവിക്ക് അതോറിറ്റി സേ അജൽ അഡോൾ ബനോ. ഈ ഒരു അറിവിൻ്റെ അനുഭവത്തിൻ്റെ അതോറിറ്റിയിലൂടെ ബാബ പറയുന്നത് അജഞ്ചലമായും ദൃഢതയുള്ളവരുമായിട്ട് മാറൂ. അല്ലേ, കല്യാൺകാരി മംഗളകാരി ബാബയുടെ കുട്ടികളാണ്, മംഗളകാരി യുഗമാണ്. ഡ്രാമ അതേപടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ഈ എല്ലാ അറിവും നമ്മളിലിരുന്ന് അതിൻ്റെ അനുഭവിയായിട്ട് മാറി നമ്മൾ ഏതൊരു സ്ഥിതിയിലിരിക്കണം, അജഞ്ചലമായും ദൃഢതയുള്ളവരുമായിട്ടിരിക്കണമെന്ന് ബാബ പറയാം. ഈ ബാബ സ്ലോഗൻ പറയാണ്, ജോ സമയ്ക്കോ അമൂല്യ സമജ്കർ സഫൽ കർത്തേ ഹേ വഹ് സമയ് പർ ദോക്കാ നഹി കാത്തേ. ആരാണോ സമയത്തിൻ്റെ അമൂല്യം, അല്ലെ, ആ മൂല്യം, സമയം എന്ന് പറഞ്ഞാൽ വളരെ മൂല്യമാണ്,
ആ ഒരു സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി അതിനെ സഫലമാക്കുന്നത് അവരെ സമയം ഒരിക്കലും ചതിക്കില്ല. അല്ലേ? സമയത്ത് അവർക്ക് എന്താണോ ആവശ്യം അതവിടെ ലഭിക്കും. സമയം അവരൊരിക്കലും ചതിക്കില്ല എന്ന് ബാബ പറയാം. ഈ അവ്യക്ത സൂചന ബാബ തരുന്നത്, ഈ ഒരു അവ്യക്ത മാസം ബാബ പറയുന്നത് ബന്ധനമുക്തരായിട്ട് മാറി ജീവൻ മുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യാനാണല്ലോ. ജ്ഞാൻ ഖജാനെ ദ്വാര ഇസ് സമയ ഹി മുക്തി ജീവൻ മുക്തി കാ അനുഭവ് കർണാ ഹെ. അതായത് ജ്ഞാനത്തിൻ്റെ ഖജനാവിലൂടെ ഈ സമയത്ത് തന്നെയാണ് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും അനുഭവം ചെയ്യേണ്ടത്. ജോ ബി ദുഃഖ് ഓർ അശാന്തി കെ കാരൺ ഹേ വികാർ ഹേ ഉൻസെ മുക്ത് ഹോന ഹേ. അതായത് ഏതൊക്കെ തരത്തിലുള്ള ദുഃഖമോ അശാന്തിയോ ഉണ്ടോ അതിൻ്റെ കാരണം എന്താണ്? വികാരം തന്നെയാണ്. അപ്പൊ അതിൽ നിന്നും മുക്തമായിട്ടിരിക്കണമെന്ന് ബാബ പറയാം. അഗർ കോയി വികാർ ആത്തെ ബി ഹേ തോ വിജയി ബൻ ജാത്താ ഹേ, ഹാർ നെഹി കാനി ഹെ. ഇനി അഥവാ ഏതെങ്കിലും ഒരു വികാരം വരുന്നുണ്ടെങ്കിൽ അതിനോട് ജയിക്കണമെന്ന് ബാബ പറയാം, ഒരിക്കലും തോൽക്കരുത്. അനേക വ്യർത്ഥ സങ്കൽപ്പ് ഓർ വികൽപ്പ് വികർമ്മ സെ മുക്ത് ബന്ന യഹി ജീവൻ മുക്ത് അവസ്ഥ ഹെ. അതായത് ബാബ പറയാണ്, അനേക തരത്തിലുള്ള വ്യർത്ഥ സങ്കല്പങ്ങള്, വികൽപ്പങ്ങള്, അതുപോലെ വികർമ്മങ്ങള്, ഇതിൽ നിന്നെല്ലാം മുക്തമായിട്ടിരിക്കുക, ഇത് തന്നെയാണ് ജീവൻ മുക്ത അവസ്ഥ എന്ന് ബാബ പറയാണ്. ഓം ശാന്തി. ഒരു മിനിറ്റ് ബാബനോട്. ഓം ശാന്തി.